തൊഴിലെന്നത് അവകാശമാണോ ധർമ്മമാണോ? സമരം ചെയ്തും പ്രക്ഷോഭങ്ങൾ നടത്തിയും തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് ധർമ്മമാക്കി മാറ്റിയിരിക്കുന്നു. അസമത്വത്തെ അടിവരയിടുന്ന നീതി നിഷേധത്തിന്റെ മനുവാദത്തെ അടിസ്ഥാനമാക്കി ഈ ജനാധിപത്യ രാജ്യത്തിത തൊഴിൽ ഭാവിയെ കെട്ടിപ്പടുത്തിരിക്കുന്നു. തൊഴിലാളികളെയും അവന്റെ അവകാശങ്ങളെയും ദുർബലമാക്കുന്ന പുതിയ തൊഴിൽ നിയമം ആർക്കുവേണ്ടിയുള്ളതാണ്? ചരിത്രപ്രധാനമായിരുന്ന തൊഴിലാളി നിയമങ്ങളെയൊക്കെയും കാറ്റിൽ പറത്തി തൊഴിലാളിയെ അടിമയാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന തരത്തിൽ മുതലാളിമാർക്ക് അനുകൂലമായി ഒരു നിയമം അങ്ങ് സൃഷ്ടിക്കുക, അതും തൊഴിലാളികളെയോ സംസ്ഥാന സർക്കാരുകളെയോ കേൾക്കാതെ. ഉൽപാദന വർധനവിന് ഏതു മാർഗവും തൊഴിലുടമയ്ക്ക് സ്വീകരിക്കാം. പ്രതിഷേധിക്കാനോ ചോദ്യം ചെയ്യാനോ ആകാത്ത തരത്തിൽ തൊഴിലാളിയുടെ കൈകാലുകൾ പുതിയ നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഏത് സമയത്തും മുതലാളിക്ക് പിരിച്ചുവിടാവുന്ന തരത്തിൽ തൊഴിലാളിക്കുണ്ടായിരുന്ന എല്ലാ പരിരക്ഷകളെയും പുതിയ നിയമം ഇല്ലാതാക്കുന്നു. തൊഴിൽ സുരക്ഷയില്ലാത്ത കുറെ കരാർ തൊഴിലാളികൾ ഇനി സൃഷ്ടിക്കപ്പെടും. തൊഴിലിടത്ത് പരിശോധനകൾ ഉണ്ടാകില്ല. എപ്പോൾ വേണമെങ്കിലും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാം. ട്രേഡ് യൂണിയനുകളെ ദുർബലമാക്കുന്നു. അതായത് മുതലാളിത്ത മൂലധനത്തിന് മുന്നിൽ നിശബ്ദമായി മുട്ടിലെഴയുന്ന ഭരണ സംവിധാനം തൊഴിലാളികളെ കോർപ്പറേറ്റുകളുടെ അടിമകളാക്കുന്നു. പച്ചപ്പുല്ലുകാട്ടി കാതങ്ങളോളം ഭാരം ചുമപ്പിക്കുന്ന കഴുതുകളെ പോലെ മറുത്തൊരു വാക്ക് പറയാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ കൂടി സൃഷ്ടിക്കുകയാണ് മനുവാദികൾ.